ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പുറകുവശമൊക്കെയാണേ. അപ്പം നിങ്ങൾക്ക് ഞാനിവിടുത്തെ ഇച്ചിരി 2-3 വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ആയിരിക്കുന്നത് എന്താണെന്നറിയാവോ? അത് ഈ വേസ്റ്റ് ഡബ്ബയാണ്. അപ്പം അതൊക്കെ ഇന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ മുറ്റം മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ല വേറൊന്നും എടുക്കുന്നില്ല. മുറ്റം എന്ന് പറഞ്ഞാൽ ഈ ചെടി, അല്ലാതെ വേറൊന്നും എടുക്കുന്നില്ല. മുറ്റത്ത് കണ്ടോ, ഇത് ഈ കറുത്ത ഇത് വിരിച്ചേക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പോച്ച കയറാതിരിക്കാൻ അവർ ചെയ്തേക്കാണ്. ബാക്കിയൊക്കെ മണലാണ്. അപ്പം പോച്ച കയറാതിരിക്കാൻ ഈ കറുത്ത ചാക്ക് പോലത്തെ ഒരു സംഭവം വിരിച്ചിട്ടേക്കുവാണ്. കണ്ടില്ലേ? അപ്പം അത് ഇവിടെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ, ബാക്കിയൊക്കെ വെറുതെ കിടക്കുകയാണ്. കണ്ട, ഈ പോച്ച കിളിക്കുന്നിടത്ത് മാത്രം അത് ചെയ്തേക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വേണ്ടേ ഈ സംഭവമാണ്. ഇതെന്താണെന്നറിയാവോ? ഇത് നമ്മുടെ അവക്കാഡോ ഇല്ലേ, അവക്കാഡോ, അതാണ്. അതവർ മേടിച്ച് വെച്ചേക്കണ, പൂക്കാറായിട്ടില്ല. അപ്പം അങ്ങനെ ഇതാണ് അവക്കാഡോ. അവക്കാഡത്തിൻ്റെ വലിയ ഇലയാണ്. നമ്മുടെ പ്ലാവില്ലേ, ചക്ക ഉണ്ടാവുന്നത് പ്ലാവില്ലേ, എനിക്കെപ്പോഴും പ്ലാവും മാവും കൂടെ മാറിപ്പോവും. പ്ലാവല്ലേ ചക്ക അയക്കുന്നത്. അപ്പം അത് ആ പ്ലാവിലയുടെ കൂട്ടാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്, അവക്കാഡത്തിൻ്റെ ഇല. പിന്നെ ഇത് വന്നിട്ട് ഒരു മാവാണ്. കണ്ടില്ലേ? ഈ മാവിൽ കഴിഞ്ഞ വർഷമൊക്കെ പൂവുണ്ടായിരുന്നു, ഈ വർഷം പൂവുണ്ടെങ്കിലും മാങ്ങ ഇതുവരെ പിടിച്ചില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം കുറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ടത്. പൊഴിഞ്ഞു പോവാതിരുന്നാൽ കൊള്ളാം. വേണ്ടേ, നമ്മളതിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതാണ് മാവ്. ഇത്രയും പൂവേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ എത്ര എണ്ണം ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. പണ്ടുള്ള ആൾക്കാർ പറയും പോലെ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ സന്തോഷിക്കരുതെന്ന്, അല്ലേ? ഇത് നമുക്ക് താഴെ നിന്നുണ്ട് കൈയെത്തി പറിക്കാം. മാങ്ങ വന്നാലും നിന്നിട്ടില്ലേ, കൈയെത്തി നമുക്ക് പറിക്കാമെന്നുള്ള കുഞ്ഞു മാവാണ്. എൻ്റെ അത്ര പൊക്കയുള്ളൂ, ഞാൻ തീരെ പൊക്കമില്ല. അപ്പോൾ എൻ്റെ അത്ര പൊക്കയുള്ളൂ ഇതിന്. കണ്ടില്ലേ, കുഞ്ഞതാണ്. അപ്പം അത് ഒന്നങ്ങനായി. അപ്പം മാവ്. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, പക്ഷെ അതവർ വെട്ടിക്കളഞ്ഞു. ഇവിടെ ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റിൻ്റെ മണ്ടയിൽ വെട്ട് കിടന്നുകൊണ്ട് അവർ വെട്ടിക്കളഞ്ഞു. ഇതാണെങ്കിൽ ഒരു പുളിമരമാണേ. നമ്മുടെ മീൻ പുളിയില്ലേ, തോട്ടുപുളി, അതിൻ്റെ ഒരു ചെറിയ മൂട് പുളിമരമാണ്. ഈ കായംകുളത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ എല്ലായിടവും നിറച്ച് പുളിയുള്ള സ്ഥലമാണ്. പക്ഷെ ആ പുളി നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ല. ഇവർ അത്ര നല്ല പുളികളല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഉണക്കുന്നതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. കറുത്തല്ല, വെളുത്ത പുളിയാണ്. അത്ര നല്ല പുളിയാണ് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പത്തനംതിട്ടയൊക്കെയാണ് നല്ല പുളി കിട്ടുന്നത്. ഇത് ചുമ്മാ ഒരു ആമ്പൽ പോലെ, അതിനകത്തൊന്നും ഇല്ല, മീനൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇത് പിന്നെ ഈ കിളികളൊക്കെ ഉണ്ടല്ലോ, കിളികളൊക്കെ വന്ന് കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ദിവസം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കും. പിന്നെ ഇത് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പുതിനയിലയാണേ. അപ്പോൾ പുതിനയില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ബിരിയാണിയൊന്നും എപ്പോഴും വെക്കണമെന്നൊന്നും അല്ല, എന്നാലും അവർക്ക് ഉണ്ട്. ഇതിൻ്റെ പുതിനയില വെള്ളമൊക്കെ
നമ്മൾ തിളപ്പിച്ച് കുടിക്കും അല്ലേ. അതിങ്ങനെ താഴോട്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് കണ്ടോ, അവിടെയൊക്കെ തൈ നിൽക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ കറ്റാർ വാഴയാണേ, കറ്റാർ വാഴ നിറച്ചുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ പറിച്ച് മുഖത്തൊക്കെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ ഇതുവരെ മുഖത്തൊന്നും ഇട്ടില്ല. പിന്നെ അതിനകത്ത് തന്നെ ഒരു അല്ലാത്തൊരു ചെടി പോലെ ഒരു സംഭവം ഉണ്ട്. ഇത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ് ഇതെന്തുവാന്ന്, പക്ഷേ എനിക്ക് മറന്നുപോയി, ചോദിക്കാൻ മറന്നുപോയി. പിന്നെ കണ്ടില്ലേ, പിന്നെ ഇതും ഒരു ആമ്പലാണേ, എന്തോ ഒരു കുഞ്ഞാമ്പലാണേ. പിന്നെ ഇതൊക്കെ മുളക്, അതിലൊന്നും മുളകൊന്നും ഇല്ല. പിന്നെ ഇവിടെയുണ്ട് കറ്റാർ വാഴ, കണ്ടില്ലേ, വേണ്ട. ഇത് കറിവേപ്പില. ഇതൊക്കെ അത്യാവശ്യം അവർക്ക് കുറച്ചൊക്കെ ഉള്ളൂ, കരിയാപ്പിലയൊന്നും അധികം ഇല്ല. പിന്നെ കായംകുളത്തോട്ടൊക്കെ കരിയാപ്പിലയൊക്കെ വളരാൻ ഇച്ചിരി പാടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കായംകുളം ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും കറിവേപ്പില വളരെ കുറച്ചാണ് കണ്ടിരിക്കണം. എല്ലാ വീടുകളിലും കറിവേപ്പില ഇല്ല. നമ്മൾ അങ്ങോട്ടൊക്കെ പത്തനംതിട്ടയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കരിവേപ്പില എല്ലാ വീടുകളിലും. വളരാനേ ഇവിടെ ഇത്തിരി പാടാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു മൂട് മാവാണ്. അയ്യോ, മാവല്ല, പ്ലാവ്, ചക്ക ഉണ്ടാവണ പ്ലാവ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞിതാണ്. അപ്പോൾ ഇതൊരു മൂട്, പിന്നെ ഇതൊരു മൂട് കേട്ടോ, ഇതൊരു മൂട്. ഇതിൽ ചക്ക ഉണ്ടായില്ല, ഇതിലാണ് ചക്ക ഉണ്ടായത്. കണ്ട, ഇതിൽ ഞാൻ വന്നപ്പോൾ ഒരു കുഞ്ഞ് ചക്ക ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് അത് പറിച്ചത്. പിന്നെ കുറച്ച് ചക്ക 5-6 ചക്ക ഉണ്ടായെന്ന് പറഞ്ഞ്. തീരെ ചെറിയതാണ് കേട്ടോ. ചക്ക ഉണ്ടായാലും കണ്ട, നമുക്ക് ചക്ക ഉണ്ടായത് കണ്ട് ഇനി താഴെ അറ്റത്താണ് കണ്ട. ഇവിടാണ് ഞാൻ വന്നപ്പോൾ ഒരു ചക്ക നിന്നത്. അതെനിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നപ്പം ഞാൻ പോലും അറിയാതെ ഒരു ദിവസം രാവിലെ അത് പറിച്ചവർ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അപ്പം അങ്ങനെ പോയി. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഈ സാധനം എന്താണെന്നറിയാവോ, ഇതാണ് നമ്മുടെ ഞാവൽപ്പഴമില്ലേ, ഇല്ല, നീല കളറിലെ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്തുവാ പറയുക, ഞാവലെന്നല്ല പറയുന്ന, എന്തുവാ, എന്തോ ചേർത്തിട്ടൊരു പേരാ പറയുന്നത്. കാരക്ക ഇതല്ല, അത് വേറെയാ, ഞാറയ്ക്ക. ഞങ്ങളുടെ അവിടെയൊക്കെ ഞാറയ്ക്കയെന്ന് പറയും, തിരുവനന്തപുരത്തോട്ടൊക്കെ ഞാറയ്ക്കയെന്ന് പറയും. ഇവിടെ ഞാവൽപ്പഴം അതാണിത്. ഇത് കഴിഞ്ഞ വർഷം പൂത്തെന്ന് പറഞ്ഞു. ഈ വർഷം 1-2 പൂവൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഇച്ചിരിയും പൂവുണ്ട്. പക്ഷേ ഇലയൊക്കെ അങ്ങ് മുരടിച്ചതാണ്. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റണം. പിന്നെ ഒരു സാധനങ്ങളും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതും എന്തോ ഒരു ഫ്രൂട്ടാണ്, എനിക്കറിയത്തില്ല. ഇന്നലെ എന്നോട് പേര് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൂത്ത് നിൽക്കുവാണ്. അതിൽ കാകളും ഉണ്ട്. എന്തൊരാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കണ്ടോ, കുഞ്ഞു കായാണേ. കായാണോ പൂവാണോ എന്നറിയത്തില്ല. പിന്നെ പൂവിൻ്റെ മൊട്ട കേട്ടോ. അയ്യോ സോറി കേട്ടോ, അല്ല, അത് പൂവിൻ്റെ മൊട്ടാണ് നിൽക്കുന്നത്. ഈ പൂ വന്നിട്ടാണ് ആവുന്നതല്ലോ. അപ്പോൾ വേണ്ട. പിന്നെ ഇതൊരു നീലമുളകുണ്ടല്ലോ, നമ്മുടെ പച്ചമുളകിൻ്റെ നീലമുളക്, അതാണ്. ഇത് ഫിഷ് ടാങ്കാണ്. ഇതിനകത്ത് ഇപ്പം ഇല്ല, മീനില്ല കേട്ടോ. ഇവിടെ കൈതയും കാന്താരി, പിന്നൊരു സാധനം ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്താണ്, സീതപ്പഴം. ഇന്നാൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഒരു പഴത്തിന് പാട്ട് വെച്ചിട്ടൊരു ഒരു പഴം, സീതപ്പഴം, എല്ലാവർക്കും അറിയില്ലേ, അതാണ്. പക്ഷേ ഇത് ഇവർ മുറിച്ച് കളഞ്ഞു. ഇത് ഒരുപാട് താഴോട്ട് ചാഞ്ഞ് ഇത് ഈ മാവിൻ്റെ മണ്ടയിലോട്ട് ഒക്കെ കിടക്കുന്നതുകൊണ്ട് അവരത് മുറിച്ച് കളഞ്ഞു. അതിൽ ഒരു കായേ ഇപ്പോൾ ഉള്ളൂ, കണ്ടോ.
ഒരു കായേ ഉള്ളൂ. ഇഷ്ടംപോലെ കാ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി കാ മാത്രമേ ഇപ്പം അതിനകത്തുള്ളൂ. അപ്പം അത് ഇവിടാണ് അതിൻ്റെ മൂട്. പിന്നെ ആ നിൽക്കുന്ന മരം ഇതും എന്തോ ഒരു പഴമാണെന്ന് പറഞ്ഞ്, എനിക്കറിയത്തില്ല. ഇതിൽ നമ്മുടെ എന്തോ മറ്റേ ഇതില്ലേ, അതിൻ്റെയൊക്കെ പേര് മറന്നുപോയി. നമ്മുടെ പേരൊക്കെ മറന്നുപോയി. ഇതിൻ്റെയൊക്കെ പേരൊക്കെ എപ്പോൾ ഓർക്കും. ആ ഒരു കായുടെ കൂട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതും എല്ലാം ഓരോ ഫ്രൂട്ടുകളാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് വെള്ളക്കാന്താരിയാണേ, പാൽമുളകില്ലേ, അതാണിത്. ഇതിൽ വലുതായിട്ടില്ല, എന്നാലും ഇവർക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരെന്തുവാ, നമ്മളെ ചെറിയില്ലേ, ആ ചെറിയുടെ വേറൊരു ടൈപ്പിലുള്ള പഴമാണെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ പേര് ഇങ്ങനെ ഇതിലെന്ത് പഴമാണെന്നൊക്കെ ചോദിച്ചായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ആ മരം കണ്ടാലും ആ ചെറിയുടെ അതുപോലത്തെ ഇലയാണ്, കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. ചെറിയുടെ ഇലയെന്നും ഒരു ശകലം കൂടെ ചെറിയ ഇലയാണ്. അപ്പം അങ്ങനത്തെ പഴമാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിലൊന്നും പഴമൊന്നും ഇല്ല, എല്ലാത്തിനും ഓരോ സീസണുകൾ കാണുമായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പം ഇതിന് എന്തായാലും ഇല്ല. പിന്നെ വേണ്ട ഒരു കുഞ്ഞ് കൈതച്ചക്ക ഉണ്ടാവുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതൊരു നെല്ലിയാണ്. അതിൽ നെല്ലി ഉണങ്ങിയതാണ്, ഉണ്ടല്ലേ, ഉണങ്ങി അവർ മുറിച്ച് കളഞ്ഞതാണ്. പിന്നെ ഇത് കണ്ടോ, ഈ മരം, ഇത് നമ്മുടെ സ്റ്റാർ പുളിയാണ്. അറിയായിരിക്കും എല്ലാവർക്കും അല്ലേ, സ്റ്റാർ പുളി. ഇത് നിറച്ചുണ്ടാവുന്നതാണ്. ഇപ്പം ഇതിലില്ല. ഇതിലുണ്ടായാലും ഇപ്പം ഇത് തത്തമ്മ മൊത്തം വന്ന് തിന്നുവാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ഒന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇതിലൊന്നും കായില്ല, ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാന്ന് പറഞ്ഞു. നല്ല തണലാണ് കേട്ടോ. വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാം മുറ്റത്തായതുകൊണ്ടേ ഇവിടെയൊക്കെ ഒരു സമയമാകുമ്പോൾ നല്ല തണലാണ്. പിന്നെ ഒരു പുളി മാത്രമേ ഇത് ഉള്ളൂ. വേണ്ടല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കിളി കൊണ്ടുപോവാതെ വല്ല പേപ്പറോ അങ്ങനെ വല്ലതും ഇട്ട് വെക്കി എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. നമുക്കിതൊക്കെ ഭയങ്കര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊതിയല്ലേ ഇതൊക്കെ കാണുമ്പോഴും. തിന്നുന്നേക്കാളും കാണാനല്ലേ ഇഷ്ടം. നിറച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം തത്താമ്മ വന്ന് മൊത്തം തിന്നുകൊണ്ടാണ് ഇപ്പം ഇല്ലാത്ത എന്ന് പറഞ്ഞ്. അതുപോലെ ഇതും ഏതാണ്ടൊരു ഇതാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ തൈ എന്താണെന്ന്, അതിൻ്റെ മരം ഏതാണെന്ന് അറിയത്തില്ല എനിക്ക്. അത് ഞാൻ ചോദിച്ചില്ല. ഇതെല്ലാം ഞാൻ ചോദിച്ചു വെച്ചിരുന്നതാണ്. എനിക്കിത് സ്റ്റാർ പുളിയാണെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. അപ്പോഴാണ് ഇതെന്ത് മരമാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സ്റ്റാർ പുളിയാണെന്ന്. അപ്പം അങ്ങനെയാണ്. മാങ്ങ നല്ലതാണോന്ന് അറിഞ്ഞില്ല, എല്ലാം ഇതായതാ. ഒരു മൂട് മാവ് ഇതാണ്ട് ഇവിടെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ മാങ്ങാട്ടാ, അധികം മാങ്ങയില്ല. ഇത് 2 മാങ്ങ കിട്ടി എനിക്ക്. പച്ചയാണ് കേട്ടോ. അവിടെ ഒരെണ്ണം കിടക്കുന്നു. പച്ചയാണ്, പഴുത്തല്ല കേട്ടോ. കണ്ടാൽ പഴുത്ത പോലെ ഇരിക്കും, എല്ലാം പൊഴിഞ്ഞ് വീഴുവാണ്. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്ത ഒരു കുഞ്ഞു വീഡിയോ ആണേ.
ഇത് കണ്ടോ, ഇത് നമ്മുടെ ആ മല്ലിയിലയുടെ ഒരു ചെടിയുണ്ടല്ലോ, മല്ലിയിലയുടെ മണമുള്ള ചെടി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഈ സാധനം എല്ലാവർക്കും അറിയാമായിരിക്കും, മാങ്കുസ്തി. അതിനെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ ഓരോ ചെടി, നല്ല ഭംഗിയുള്ളൊരു ചെടി. എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം മണി പ്ലാന്റ് പോലെ പടർന്ന് കിടക്കുന്ന നല്ല രസമുണ്ട്, നല്ല കളറാണ്. അപ്പം ഞാൻ ഇന്നൊരു ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതേ ചുമ്മാ, വേറെ നമുക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതൊരു കുഞ്ഞു റോസാ ചെടിയാണ്, പക്ഷേ ചട്ടി കണ്ടോ. ഇത് കുറച്ച് മുളകിൻ്റെ തൈകളൊക്കെ പാകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.